അവരെ ഉപദ്രവിക്കല്ലേ, അയ്യോ അവരെ വെറുതെ വിട്, അവരങ്ങനെ ചെയ്യില്ല ഇങ്ങനെ എന്നൊന്നും എന്നോട് പറയരുത്. ഫസ്റ്റ് എതിർ ടീം എന്തെങ്കിലും ഒരു മൂവ്മെന്റ് ചെയ്യട്ടെ, നല്ല നമുക്ക് അടുത്ത് മൂവ് ചെയ്യാൻ പറ്റൂ. എതിർ ടീം ആദ്യം മൂവ്മെന്റ് നടത്തപ്പോ സമാധാനിക്ക് ചേച്ചിക്കൊന്നും പറ്റൂല. പോരെ എന്റെ തന്നു ബാലഞ്ചരം തമ്പിക്കാന്ന് പറഞ്ഞു. അച്ഛനൊക്കെ പറയാ ഓ ഇനി വല്ല ബോംബുമല്ലാണോ? എന്റെ പിന്നില് ദിവസങ്ങൾ കണ്ടപ്പെട്ടു തുടങ്ങി. അതെന്തോന്നേ ചേച്ചി, ചേച്ചിയുടെ അമ്മയുടെ പരിപാടിയല്ലേ ഇത്? ഇറക്കാം തരാൻ പോയെ അപ്പഴാണ് കൈ കയറി പിടിച്ചേ. എന്റെ ഫോൺ ഉണ്ടാവില്ലേ? ഉണ്ട്. അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. ചാച്ചൻ വിളിക്കുന്നു. ഹലോ, നമ്മൾ നീയെ കൊണ്ടുപോകുമ്പോഴേ ആ കമ്പിയും കൂട്ടരും തടയും. അപ്പൊ നമ്മള് വരും, അതൊന്നും കണ്ടു നിൽക്കാള മനക്കെട്ട് നിങ്ങൾക്കില്ല. അതുകൊണ്ട് നിങ്ങൾ വേഗം സാധനം പാക്ക് ചെയ്ത് സ്ഥലം വിടാം. നീ എന്താ ചെയ്യാൻ പോകുന്നത്? ആ ഭീഷണിയാണ്. ആര്? നിന്റെ പപ്പ. പപ്പയോ? പപ്പ എന്തിനാണ് നിന്നെ വിളിക്കുന്നത്? എന്നെ വിളിച്ചപ്പോ യേശുവേ അവിടെ നിക്ക്, അമിതാവേശം വേണ്ട. രാങ്കും അതങ്ങള് പോയി. ഇങ്ങോട്ട് പോയി. എല്ലാരും കട്ടയ്ക്ക് കൂടെ ഉണ്ടാവണം. വേറൊരു ഐഡിയ ഉണ്ട്. നിനക്കും ഐഡിയ ഉണ്ടോ? എന്നാ പറ. നമ്മള് ഹേമാൻഡിയുടെ കൂടെ സർപ്രൈസ്. എന്ത് സർപ്രൈസാ? സർപ്രൈസ് ആണെന്ന് പറഞ്ഞില്ലേ, പിന്നെ സർപ്രൈസ് എങ്ങനെ പറയാം? ആദ്യത്തെ പണി കൊടുക്കുന്നു. ആദ്യ പണി കഴിഞ്ഞ് അവൻ ഇതാരാ ഇതെന്താ എന്ന് ചിന്തിക്കുന്നു. പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. ആന്റി വന്ന എന്തിനാണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. ഞാൻ എന്റെ മോളെ കൊണ്ടുപോകാൻ വന്നതാ. ഞാൻ മോളെ പോയ ആന്റി, ഇവക്ക് വരാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ എന്തിനാ നിർബന്ധിച്ച് കൊണ്ടോണേ? അത് തന്നെ, കൂടുതൽ വിളിച്ച് ഞങ്ങൾ പോലീസിനെ വിളിക്കുവേ. ആരെ വേണേ വിളിച്ചോ. തോന്നുന്നില്ല ഈ വീട്ടിലെ സമാധാനം തിരിച്ചു പറഞ്ഞു. എനിക്ക് അത്രേ ഉള്ളൂ.